എല്ലാവർക്കും സ്വാഗതം. നിഷാസ് കിച്ചൺ. ഇന്ന് നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ തയ്യാറാക്കാം. ഞാനൊരു ഈസി ബിരിയാണി റെഡിയാക്കാൻ വേണ്ടിയാണ് അപ്പം ഇതിനകത്ത് ഞാൻ ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതെല്ലാം കൂടി ഒരു മിക്സിയിലാക്കി ഒന്ന് ചതയ്ക്കാൻ വെച്ചു. അത് മിക്സിക്കാൻ നമ്മളടിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് വേണം നരച്ചെടുക്കാൻ, അല്ലെങ്കിൽ ഉണ്ടല്ലോ അത് ശരിക്കും ഒന്ന് അരയത്തില്ല. ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. അപ്പം ഞാനിത് ഒരു 3/4 കിലോ ചിക്കന് വേണ്ടി എടുത്തിരിക്കുന്നത് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി. അതിനകത്ത് കാലുകളൊന്ന് വരിഞ്ഞിട്ട് അതിനകത്ത് മസാല ഉപ്പും എരിവൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി സാധാരണ എല്ലാം ചെയ്യാറുണ്ടല്ലോ. അത് ഒന്ന് വരിഞ്ഞ് വെച്ചാൽ എളുപ്പമാണ്, കാരണം അതിനകത്ത് എരിവും ഒക്കെ ഉപ്പുമൊക്കെ പിടിക്കും. അപ്പോൾ അതിനകത്ത് സ്വല്പം നമ്മൾ ചതച്ചെല്ലാം ഒന്ന് എടുക്കും, സ്വല്പം മതി, ഒത്തിരിയൊന്നും മതി. പിന്നെ ശേഷം തൈര് ചേർക്കും. തൈര് ഒത്തിരി വേണ്ട, ഒരു 2 സ്പൂൺ, ഒത്തിരി പുളിയില്ല. പിന്നെ കുറച്ച് മുളക് പൊടി, നമ്മൾ സാധാരണ സ്വല്പം എരിവുള്ള മുളക് പൊടി. പിന്നെ ശേഷം നമ്മൾ കാശ്മീരി മുളക് പൊടി, അതും ഒരു സ്വല്പം, ഒരു സ്പൂൺ, 1-4 സ്പൂൺ മതി. ഒത്തിരി എരിവ് വേണ്ടല്ലോ, അപ്പം നമ്മൾ പച്ചമുളക് അരച്ചേക്കുന്നുണ്ട്, എരിവ് ഒത്തിരി. അതിനുശേഷം ഇച്ചിരി മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല, ഉപ്പ്, ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് ഇളക്കി തേച്ച് പിടിപ്പിച്ച് ഒന്ന് 1/2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യുക, ഫ്രിഡ്ജ് വെക്കണം. അതാകുമ്പം എല്ലാം ഒന്ന് ശരിയായി വരും. അതിനുശേഷം ഞാൻ കുക്കറാണ് എടുത്തിരിക്കുന്നത്. കുക്കറിനകത്ത് ഇച്ചിരി നെയ്യ്, സ്വല്പം നെയ്യും വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട്, സവോള ഒരു 3-4 എടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കരിവേപ്പില, പിന്നെ നമുക്ക് എത്രയൊക്കെയാണെന്ന് വേണ്ടിയിട്ട് തക്കാളിക്ക് വേണം. തക്കാളി അപ്പം അതൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഇച്ചിരി ഉപ്പ് ചേർക്കണം. ഉപ്പ് ചേർക്കുമ്പോൾ ശരിക്കും ഒന്ന് ഒരു ബ്രൗൺ കളറാകുന്നത്. പക്ഷേ അത് ഞാനൊന്നും ഇപ്പോൾ നിങ്ങളെ കാണിച്ചില്ല. തക്കാളിക്ക് ഇടണം. ഒരു 2 തക്കാളിക്ക് ഇട്ട്, ചെറിയ 2 തക്കാളി, വലിയതാണെങ്കിൽ 1 മതി. അതിനുശേഷം ചിക്കൻ മസാല, പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഇതെല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട് ഞാൻ. ഗരം മസാലപ്പൊടി ഇതെല്ലാം ഒന്ന്, പിന്നെ ഇച്ചിരി കുരുമുളക് പൊടി എല്ലാം കൂടെ ഒന്ന് ചേർത്ത് ഒന്ന് റെഡിയാക്കി അതൊന്ന് വരഞ്ഞ് കിട്ടാൻ വേണ്ടി ഒന്ന് ശരിയാക്കി ഇളക്കി നല്ലപോലെ അതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറാൻ വേണ്ടി ഒന്ന് റെഡിയാക്കുക. അതിനുശേഷം നമ്മൾ ഞാൻ കാണിച്ചിരുന്നു കുറച്ച് മസാലകൾ അരയ്ക്കാൻ വേണ്ടി മിക്സിയിൽ എടുത്തിട്ടുണ്ട്. ബാക്കി ഞാൻ സ്വല്പം ചിക്കനും ഞാൻ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ബാക്കി വന്ന മസാലകൾ ഈ നമ്മൾ ഉള്ളി വെട്ടി കഴിയുമ്പോൾ അതിൻ്റെ തൊട്ടിട്ട് അതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറുന്നിടം വരെ അതൊന്ന് വഴറ്റിയെടുക്കുക. നമുക്കൊരു വിരുന്നുകാർ ഇപ്പോൾ പെട്ടെന്ന് നമ്മൾ ഓർക്കപ്പുറത്ത് ആരെങ്കിലും 2-3 പേര് വന്നു. അപ്പോൾ പെട്ടെന്നൊന്ന് നമുക്കൊന്ന് ശരിയാക്കണമെങ്കിൽ ഒരു ബിരിയാണി ഉണ്ടാക്കണമെങ്കിൽ വീട്ടിലുള്ളത് വെച്ച്, അല്ല നമ്മൾ പെട്ടെന്ന് എവിടെയെങ്കിലും പോയി അല്ലെങ്കിൽ മറ്റുള്ളതെല്ലാം മേടിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഞാൻ എൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇച്ചിരി നമ്മുടെ ബിരിയാണി മസാല ഉണ്ടായിരുന്നു, അതും ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രത്യേകം വേറെ മണത്തിന് വേണ്ടിയല്ല, ബിരിയാണിയുടെ എസൻസ് ഒന്നും ഞാൻ ചേർക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു ഐറ്റം കെമിക്കൽ പരമായിട്ട് ഒന്നും ഞാൻ ചേർത്തിട്ടില്ല. അത് മാത്രം ബിരിയാണി. അപ്പം ബാക്കി ഞാൻ പറഞ്ഞില്ല, റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്ത് ഇതിൻ്റെ അകത്തോട്ട് ഇടക്കുക. അതെല്ലാം കൂടെ ആ പച്ചമണം എല്ലാം പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ ആ ചിക്കൻ എടുത്ത് ഇതിൻ്റെ അകത്തോട്ടിട്ട് ഒന്ന് ഇളക്കി എല്ലാം ആ മസാലകളും ആ ഉള്ളിയെല്ലാം മരുന്നിട്ടൊന്ന് ഇളക്കി എടുത്ത് ചേർത്ത്. അതിൻ്റെ അകത്ത് നമ്മൾ വെള്ളം ചേർക്കുന്നില്ല. ഞാൻ അതിനകത്ത് സ്വല്പം ഞാൻ തേങ്ങാപ്പാൽ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അരി വേവിക്കുന്ന കാണിച്ചില്ല. ഞാനൊരു 3 അരി, അതായത് 3/4 കിലോ അരിയേ എടുത്തുള്ളൂ. അതെല്ലാം ഞാൻ ബിരിയാണിക്ക് ആദ്യം ഞാൻ ചിക്കൻ എല്ലാം ബിരിയാണി ചെമ്പിൽ വെച്ചു ഇട്ടു, അതെല്ലാം റെഡിയാക്കി. അത് കഴിഞ്ഞ് ചോറ് അതിന് മുകളിൽ നിരത്തി. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ഉള്ളി
ഒന്ന് വറുത്തെടുത്തായിരുന്നു. ഉള്ളി അതുപോലെ പറങ്ങാണ്ടി എല്ലാം കൂടെ, പറങ്ങാണ്ടിയും മുന്തിരിങ്ങയും എല്ലാം കൂടെ വറുത്തെടുത്തായിരുന്നു. അപ്പം അതെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് സ്വല്പം നെയ്യൂടെ ഒഴിക്കുക. ഏറ്റവും അടിയിലാണ് ചിക്കൻ വെച്ചിരിക്കുന്നത്. അപ്പം ഇതിനിടയ്ക്ക് ഞാൻ ചിക്കൻ ഇടുന്നില്ല. അപ്പം ഈ ഉള്ളി വറുത്തതും പറങ്ങാണ്ടി മുന്തിരി വറുത്തതും എല്ലാം കൊണ്ട് നെയ്യ് ഒഴിച്ച് അതിൻ്റെ മണ്ടയ്ക്ക് ഒരു തട്ടൂടെ ചോറ് നിരത്തി വെക്കുക. എന്നിട്ട് ഞാനിട്ട് സ്വല്പം തേങ്ങാപ്പാലിനകത്ത് സ്വല്പം മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് അതൊന്ന് മിക്സ് ചെയ്ത് അടച്ചിട്ട് ഞാൻ ആ ചോറിൻ്റെ മണ്ടയ്ക്ക് ഞാൻ ശരിയാക്കി ആക്കി ചോറിനൊരു മയം കിട്ടും. നല്ല ടേസ്റ്റുമായിരിക്കും കേട്ടോ. അങ്ങനെ ചെയ്ത് നോക്കും. നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ അതങ്ങനെ ചെയ്ത് നോക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. അപ്പം ഞാനത് ചോറെടുത്തു. അപ്പം ഞാൻ എൻ്റെ കൂടെ ചള്ളാസ് ഉണ്ടാക്കിയിട്ട് പപ്പടം ഉണ്ട്, പിന്നെ നാരങ്ങയും. ഇതൊരു സിമ്പിൾ ബിരിയാണി റെസിപ്പിയാന്ന് നിങ്ങളുടെ അഭിപ്രായം പറയൂ. ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.